അപ്പോൾ ചത്തപ്പച്ച ഡയറക്റ്റഡ് ബൈ അദ്വൈത് നായർ. ഇതിനു മുൻപേ ടോപ്പ് 5 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് 2026 എന്ന ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ടോപ്പ് 1 കൊടുത്തിരുന്ന പടമാണ് ചത്തപ്പച്ച. കാരണം ഞാൻ അത്ര ആവേശത്തോടെ കാത്തിരുന്നൊരു പടമാണ് ചത്തപ്പച്ച. പ്രതീക്ഷിച്ചത്രത്തോളം പടം വന്നു എന്ന് ചോദിച്ചാൽ ഒരു 80% പടം വന്നു, ബാക്കി 20% എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് ഓവറായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത് നല്ല WWE സ്റ്റൈൽ ഫൈറ്റ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ളും WWE സ്റ്റൈൽ ഫൈറ്റുകളൊക്കെ ഉണ്ട്. 619ഉം ചോക്ക് സ്ലാമും അങ്ങനെ സിഗ്നേച്ചർ മൂവ്സ് കുറേ ഉണ്ട്. പക്ഷേ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ WWE മൂവ്സൊക്കെ കുറഞ്ഞിട്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ സ്ഥിരം കാണാറുള്ളൊരു ഫൈറ്റിലേക്ക് പോയി. റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ശരി. കാരണം ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എല്ലാവരും വെറി പിടിച്ചുള്ള അടിയായിരുന്നു. ആ സമയത്ത് 619 ചെയ്യാനോ ചോക്ക് സ്ലാം ചെയ്യാനോ വില്ലന്മാർ നിന്നു തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ കുറച്ചുകൂടി മൂവ്മെൻറ്റ്സ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പ്രതീക്ഷിച്ചു. കാരണം ഈവൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ റെസ്ലിംഗ് ട്രെയിനിങ് ടൈമിലുള്ള വീഡിയോസ് ഉൾപ്പെടെ ഇവർ പോസ്റ്റ് ചെയ്ത് എന്നെ ഹൈപ്പാക്കിയിരുന്നു. രണ്ടാമത്തെ കാരണം ബിഗ് ഗംസ് 2 പേര് പടത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മമ്മൂട്ടി ഉണ്ടാവും ഉറപ്പായിരുന്നു, പക്ഷെ മോഹൻലാലിനെ ഞാൻ പ്രതീക്ഷിക്കാൻ കാരണം ഈ ടീമിന്റെ കൂടെ ഒന്ന്, പുള്ളി പഴയ റെസ്ലിംഗ് ചാമ്പ്യനാണ്. 2, മോഹൻലാലിന്റെ ഫസ്റ്റ് കസിന്റെ മകനാണ് ഡയറക്ടർ. 3, വോൾട്ടറിന്റെ പിള്ളേരുടെ കഥ പറയുന്ന ഈ പടത്തില് വോൾട്ടർ സായികുമാറിനെ ഇടിച്ച് നടുവൊടിച്ചൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. സായികുമാറിനെ നടുവൊടിച്ചത് അലിബായിൽ മോഹൻലാലല്ലേ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ വോൾട്ടർ ആകേണ്ടത് മോഹൻലാലല്ലേ? അപ്പോൾ പടം കാണാൻ പോകുന്നവർ മോഹൻലാൽ ഈ പടത്തിലില്ലെന്നും WWE സ്റ്റൺസ് ആവശ്യത്തിന് മാത്രമേ പടത്തിലുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ പടം കാണാൻ പോയാൽ എനിക്കുണ്ടായ ചെറിയൊരു നിരാശ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി പടത്തിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. മട്ടാഞ്ചേരിയിലേക്ക് ഈ റെസ്ലിംഗ് സ്റ്റേജ് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പടത്തിന് ധർമ്മ പ്രൊഡക്ഷൻസൊക്കെ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ റിങ്ങൊന്നും ഇടാണ്ട് മട്ടാഞ്ചേരിയിൽ പൈസ ഇല്ലാത്തവരെങ്ങനെ റിങ് കിട്ടുമോ ആ കൺസെപ്റ്റിലാണ് അവർ റിങ് കിട്ടിയത്. സ്റ്റോറി, മ്യൂസിക്, ഡയറക്ഷൻ എല്ലാം മികച്ചതായിരുന്നു. സ്റ്റണ്ട് സീക്വൻസിൽ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും കുറച്ചുകൂടി മെച്ചപ്പെടുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. എല്ലാവരുടെ ആക്ടിങ്ങും മികച്ചു തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ ക്യാരക്ടറാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഇരിപ്പുള്ളതാണെന്നുള്ള ഫീലും അതുപോലെ നല്ല റഫായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ കുപ്പിയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. മമ്മൂട്ടിയും സൂപ്പറായിരുന്നു. മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പുള്ളിയുടെ ആക്ടിങ്ങും മട്ടാഞ്ചേരി സ്റ്റൈൽ സ്ലാങ്ങും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ക്യാരക്ടറിന് മട്ടാഞ്ചേരിക്കാരൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൊടുത്ത പോലെ എനിക്ക് തോന്നി. പ്രതീക്ഷിച്ചു പോയതിൻ്റെ 80% എനിക്ക് പടത്തിൽ നിന്ന് കിട്ടിയുള്ളൂ എങ്കിൽ പോലും ബുക്ക് മൈ ഷോയിൽ ഞാൻ 10/10 ഇതിന് റേറ്റിംഗ് കൊടുത്തത്. കാരണം ഈ പടം ചർച്ച ചെയ്യപ്പെടണമെന്നും ഇനി ഇതുപോലെ വെറൈറ്റി കൺസെപ്റ്റിൽ പടം ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ പടത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് റെസ്ലർ ആരാന്ന് കമൻറ്റ് ചെയ്യുക. ഫോർ മീ ഇറ്റ്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.